എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ ക്ലാസ് തുടങ്ങുകയാണ്. ഇവിടെ പ്രശ്നം മുഹൂർത്തം പഠിച്ച എല്ലാവരും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഒരു പുതിയ ക്ലാസ് തുടങ്ങുന്നത്. എക്സാമ്പിള് ഇട്ടുള്ള ക്ലാസ്സുകളാണ്. സാർ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സാറ് നിങ്ങളോട് സംസാരിക്കും. നമുക്കൊരു പ്രാർത്ഥനയോട് തുടങ്ങാം. മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ചയജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. പ്രശ്ന വിശകലനം ക്ലാസ്സിലെത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും മ്യൂട്ട് ചെയ്യണം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രശ്ന വിശകലനം എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. ജാതക വിശകലനം പഠിച്ചിട്ടുണ്ട്. പ്രശ്നത്തിന്റെ വിശകലനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പല രീതിയിലുമുള്ള പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നം, ചെറിയ രീതിയിലുള്ള കുടുംബക്ഷേത്ര പ്രശ്നവും പഠിക്കണം. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. ഇത് പഠിച്ചൊക്കെ റെഡിയായതിനു ശേഷം ഒരു കുടുംബത്തില് ഒരു തെക്കതോ അല്ലെങ്കിൽ ചെറിയ കുടുംബക്ഷേത്രങ്ങളെ കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രശ്നം, അത് കുറച്ച് ഭാവചിന്തയൊക്കെ പഠിച്ചാലേ പറ്റുള്ളൂ. അത് ഇതിന്റെ ഇടയിൽ കൂടെ വരും, ഈ പറയുന്നതിന്റെ ഇടയിൽ കൂടെ അതൊക്കെ വരും. അതും കൂടെ നമുക്ക് ഇതിന്റെ ഇടയിൽ കൈകാര്യം ചെയ്യണം. ചെറിയ രീതിയിൽ, വലിയ രീതിയിൽ പറ്റൂല. അത് ദേവപ്രശ്നത്തിന്റെ ക്ലാസ്സിലേ പറ്റുള്ളൂ. പിന്നെ കുടുംബ പ്രശ്നത്തിലെല്ലാം വരും. മാരേജ് പ്രശ്നം, സന്താന പ്രശ്നം, രോഗപ്രശ്നം, തൊഴിൽ പ്രശ്നം, ഇങ്ങനെ പല. പിന്നെ ഓരോന്നും ചെയ്ത് നോക്കുമ്പോഴേ വരുള്ളൂ ഓരോന്ന്. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു വിശകലനം ചെയ്തിട്ട് അതിന്റെ പരിഹാരവും കൂടി ചേർത്ത് പോകണം. പരിഹാരത്തിന് ഇനി പ്രത്യേകിച്ച് ഒരു സമയമൊന്നും പഠിക്കേണ്ട. അതിന് എന്താണ് പരിഹാരം എന്നുകൂടി പറയണം. പറയുന്നത്, ഇത് പഠിപ്പിക്കുന്ന സമയത്ത് ബുക്ക് റെഫർ ചെയ്യണം. പ്രശ്നമാർഗത്തിന്റെ ബുക്ക് എല്ലാവരുടെ കയ്യിലും വേണം. ഇല്ലാത്തവർ അടിയന്തരമായിട്ട് വാങ്ങണം. വാങ്ങിയിട്ട് അതിനകത്ത് റെഫർ ചെയ്യാൻ പറയുന്ന ഭാഗങ്ങൾ റെഫർ ചെയ്യണം. പ്രശ്നമാർഗത്തിന്റെ ഏതായിരുന്നാലും കുഴപ്പമില്ല, ആരുടേതായിരുന്നാലും കുഴപ്പമില്ല. പ്രശ്നമാർഗം എന്നുള്ളതായിരിക്കണം. പ്രശ്നമാർഗം ആകുമ്പോൾ ശ്ലോകങ്ങളെല്ലാം നമ്മൾ പറയുന്ന നമ്പർ അതുപോലെ ഇരിക്കും. അതിന്റെ വിവർത്തനം മാത്രമേ വ്യത്യാസം വരുള്ളൂ. അർത്ഥം എഴുതിക്കുന്നത് മാത്രമേ, എഴുതുന്ന സ്റ്റൈൽ മാത്രമേ മാറ്റം വരുള്ളൂ. അങ്ങനെ പറയണം. അപ്പോൾ അതില് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, നമ്മളെ പ്രശ്നഭൂഷൺ ക്ലാസ്സിൽ ഇരിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഇതിനകത്തുണ്ടോ? നമ്മുടെ പ്രശ്നഭൂഷൺ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവരാരെങ്കിലും ഇതിലുണ്ടോ എന്ന് ചോദിച്ചുണ്ടെങ്കിൽ ഒന്ന് യെസ് പറയണം. ഇല്ല, അങ്ങനെ ആരുമില്ല. അപ്പോൾ നല്ലത്. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ കുറെ കാര്യങ്ങൾ അറിയാവുന്നവരാണ്. പറഞ്ഞു പോകുമ്പോൾ ഇതിന്റെ റൂൾസ് എല്ലാം പറഞ്ഞു പോകും. അത് നിങ്ങൾ അതും കൂടെ പറഞ്ഞു പോകും. പറയുന്ന സമയത്ത് എഴുതിയെടുക്കാൻ കഴിയുമോ? അതാ പ്രത്യേകിച്ച് നോട്ട് തരണോ? നോട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ സമയം അല്പം പിടിച്ചു പോകുന്നുള്ളതേ ഉള്ളല്ലോ, തരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് ഒരു പ്രശ്നം തുടങ്ങാം. ഒരു കുടുംബ പ്രശ്നമാണ് നമുക്ക് തുടങ്ങണം. ചിലപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ മറ്റു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള പ്രശ്നവും ചെറിയ രീതിയിലൊക്കെ ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ ഇത് കുറച്ച് വിശദമായിട്ട് പഠിക്കുന്നതാണ്. എല്ലാ വശങ്ങളും നോക്കി പരിഹാരവും കൂടി ചേർത്ത് പോകുന്നതാണ്. 11/11/2023. (11/11/2023) 1:40 PM 1:40 PM വീട്ടിൽ വന്നതാണ്. ചിത്തിര നക്ഷത്രം, ചിത്തിര 3-ാം പാദം. ത്രയോദശി കൃഷ്ണപക്ഷം.
ശനിയാഴ്ച. ശനിയാഴ്ച. ഗ്രഹനില ഇട്ടോളണം. ഗ്രഹനില. മീനത്തില് രാഹു. മീനത്തില് രാഹു. മേടത്തില് വ്യാഴം. കന്നിയില് ശുക്രനും കേതുവും. കന്നിയില് ശുക്രനും കേതുവും. തുലാത്തില് രവി, ചന്ദ്രൻ, ചൊവ്വ. രവി, ചന്ദ്രൻ, ചൊവ്വ. വൃശ്ചികത്തില് ബുധനും മാമിയും. വൃശ്ചികത്തില് ബുധനും മാമിയും. കുംഭത്തില് ശനി, ലഗ്നം, ആരൂഢം. ലഗ്നം, ശനി, ആരൂഢം. എല്ലാം കുംഭമാണ്. കുംഭ ലഗ്നത്തിലാണ് വന്നത്. അത് തന്നെ ആരൂഢമായിട്ടും കിട്ടി. ഒന്നുകൂടെ പറയാം. മീനത്തില് രാഹു, മേടത്തില് വ്യാഴം, കന്നിയില് ശുക്രനും കേതുവും, തുലാത്തില് രവി, ചന്ദ്രൻ, ചൊവ്വ, വൃശ്ചികത്തില് ബുധനും മാമിയും, കുംഭത്തില് ശനി, ലഗ്നം, ആരൂഢം. ഇതൊരു കുടുംബകാര്യം. കുടുംബത്തിലുള്ള അനിഷ്ടതകൾ അറിയണം. എഴുതിക്കൊള്ളണം. കുടുംബത്തിലുള്ള അനിഷ്ടതകൾ അറിയണം എന്നാണ് ചോദ്യം. ഒരു പുരുഷനും സ്ത്രീയുമായിട്ടാണ് വന്നത്. അവർക്ക് അവരുടെ നക്ഷത്രം അറിഞ്ഞുകൂടാ. കുടുംബനാഥനും നാഥയുമായിട്ട് വന്നു. സ്ത്രീയും പുരുഷനായിട്ട് വന്നു. അവർക്ക് നക്ഷത്രം പിടിയില്ല. എന്ന് പറഞ്ഞാൽ അവര് ഹിന്ദുസ് ആയിരുന്നിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയവരാണ്. ശരി, ആദ്യം നമുക്ക് പ്രശ്നം തുടങ്ങാം. ഒരു കുടുംബ പ്രശ്നമാണ്. എന്തൊക്കെയാണ് ഗ്രഹനില ആദ്യം നോക്കുമ്പോൾ എന്തൊക്കെ തോന്നുന്നു? എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നക്ഷത്രം ചിത്തിര നക്ഷത്രം, 3-ാം പാദം, തുലാം രാശി, കൃഷ്ണപക്ഷ ത്രയോദശി, ശനിയാഴ്ച, ഉച്ചയ്ക്ക് 1:40 സമയം. ഉച്ച കഴിഞ്ഞു, മധ്യാഹ്ന സമയമാണ്. ഈ ഗ്രഹനില കാണുമ്പോൾ എന്ത് തോന്നുന്നു? ശുക്രന് നീചമല്ലേ? ശുക്രൻ നീചം. നീചം ഭവിച്ച അഷ്ടമത്തിൽ പോയി. ചന്ദ്രന് നീചമല്ലേ? ചന്ദ്രന് സൂര്യൻ. സൂര്യന് നീചം. സൂര്യൻ 7-ാം ഭാവം നീചം ഭവിച്ചു 9-ൽ പോയി. ചന്ദ്രൻ ഭംഗിയായിട്ട് ക്ഷീണചന്ദ്രനാണ്. സൂര്യനും ചന്ദ്രനും കൂടി ഒരു രാശിയിൽ കൃഷ്ണപക്ഷ ത്രയോദശിയാണ്. അപ്പോൾ ചന്ദ്രൻ പൂർണ്ണമായിട്ടും ക്ഷീണൻ, സൂര്യൻ നീചൻ, ശുക്രൻ നീചം. നമ്മൾ സാധാരണയായിട്ട് പറയുമ്പോൾ ഈ സൂര്യനും ചന്ദ്രനുമാണ് സമയത്തിനെ സൂചിപ്പിക്കുന്നത്. ഒരാൾക്ക് നീചം, ഒരാൾ പൂർണ്ണമായിട്ടും ബലമില്ല. അങ്ങനെ സൂര്യനും ചന്ദ്രനും ബലമില്ലാതെയൊക്കെ വരുമ്പോൾ സമയദോഷം അതിശക്തം എന്നർത്ഥം. ശക്തമായ സമയദോഷം എന്നർത്ഥം. അല്പസ്വല്പമൊന്നും അല്ല, അടുപ്പപ്പെട്ട സമയമാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് സൂചന കിട്ടുന്നത്. സൂര്യനും ചന്ദ്രനും, സൂര്യന് നീചം, ചന്ദ്രൻ പൂർണ്ണമായും ക്ഷീണചന്ദ്രൻ. ഈ രണ്ടുപേരും നിൽക്കുന്ന രാശി ഏത് രാശിയാണ്? ആ രാശിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? തുലാം രാശി. തുലാം രാശിക്ക് എന്താണ് ലഗ്നമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വേറെ തോന്നുന്നുണ്ട്? സ്ഥിരരാശിക്ക് 9 ബാധ. ബാധാരാശിയിലാണ് നിൽക്കുകയും ചെയ്യുന്നത്. ബാധയും ഒന്നും പിടിച്ചില്ലെങ്കിലും ബാധയൊന്നും പിടിക്കണ്ട, അല്ലാതെ തന്നെ മനസ്സിലാകും. കടുത്ത സമയദോഷത്തിനെ സൂചിപ്പിക്കുന്നു. ഇനി ത്രയോദശിയാണ് തിഥി. ത്രയോദശി തിഥിയുടെ പ്രത്യേകത എന്താണ്?
ശിവന്റെ ആരാധനയ്ക്കുള്ള സമയം. ശിവന് പ്രാധാന്യമുള്ള തിരി. സൂര്യൻ ആരെയാണ് സൂചിപ്പിക്കുന്നത്? ശിവന്. ശിവനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്തോ ശൈവ സംബന്ധമായുണ്ട്. 9 എന്ന് പറയുമ്പോൾ എന്തോന്ന് സ്ഥാനമാണ്? ഒരു കുടുംബ പ്രശ്നത്തിൽ 9ാം ഭാവം കൊണ്ട് പ്രധാനമായിട്ട് എന്തിനാ ചിന്തിക്കാം? ആരാധനാഭാവം. ആരാധന, ഉപാസനാക്രമം, നമ്മുടെ ഉപാസനാമൂർത്തിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ത്രയോദശി, കൃഷ്ണപക്ഷ ത്രയോദശി തിഥി എന്ന് പറയുമ്പോൾ ശൈവ അല്ലെങ്കിൽ ശിവ പ്രാധാന്യമുള്ള തിഥി. ത്രയോദശി സന്ധ്യയ്ക്ക് ശിവനെ ആരാധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഒരു മുഹൂർത്തവും പാടില്ലാത്തതാണ്. ത്രയോദശി സന്ധ്യ എന്ന് പറയുമ്പോൾ ശിവ ആരാധനയ്ക്കുള്ള സമയം, മറ്റു മുഹൂർത്തങ്ങളൊന്നും പാടില്ല. ഇവിടെ സൂര്യൻ ബാധാസ്ഥാനത്ത് പോവുകയും ചെയ്തു. ഈ ബാധാസ്ഥാനത്ത് ഒന്ന് നോട്ട് ചെയ്യണം. പ്രശ്നമാർഗത്തില് 15ാമത്തെ ചാപ്റ്ററിൽ 106ാമത്തെ പ്രമാണം മുതൽ കുറെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ബാധക സ്ഥാനകേ സൂര്യേ ശൈവഭൂതാദിപീഡനം, ബാധക സ്ഥാനകേ ചന്ദ്രേ, അങ്ങനെ എടുക്കണം. ദുർഗാകൃതം രോഗം ധർമ്മദൈവകൃതം ഗതം. അടുത്ത് ചൊവ്വയ്ക്ക് ബാധകസ്ഥാനകേ സൂര്യ ശൈവഭൂതാദിപീഡനം, ചന്ദ്രേ ദുർഗാകൃതം രോഗം ധർമ്മദൈവകൃതം ഗതം, പൗമേ സ്കന്ധകൃതം വ്യാധിം ഭൈരവാദിപീഡനം, സൗമ്യേ ഗന്ധർവയക്ഷാദി വിമാനസ്ഥാനവാസിനാം, ജീവേ ബ്രാഹ്മണശാപച്ച ദേവനാമപി കോപനം, ശുക്രേ യക്ഷികൃതം രോഗം ബ്രഹ്മരാക്ഷസപീഡനം, മന്നേതു ഭൂതനാഥാനാം, രാഹോ സർപ്പഗണസ്പൃതം, കേതു ചണ്ഡാലദൈവകൃതം, മാന്നേ പ്രേതഗണം. ഇങ്ങനെ 15ാമത്തെ ചാപ്റ്ററിൽ 106ാമത്തെ ശ്ലോകം മുതൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ചാൽ മനസ്സിലാവണതേ ഉള്ളൂ, ഒന്ന് വായിച്ചു നോക്കണം. അങ്ങനെ നോക്കിയാൽ ബാധാസ്ഥാനത്ത് സൂര്യൻ നിന്നാൽ ശിവഭൂതങ്ങളുടെ കോപമുണ്ടെന്നർത്ഥം. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ എടുത്തെന്ന് ചോദിച്ചാൽ 9 ആരാധനാ സ്ഥാനമായതുകൊണ്ടാണ് എടുത്തത്. അല്ലാതെ ബാധാസ്ഥാനത്ത് നിന്നു എന്ന് പറഞ്ഞിട്ട് എടുക്കണമെന്നുള്ള നിർബന്ധമില്ല. 9 ആരാധനാ സ്ഥാനമാണ്. ഒരു കുടുംബ പ്രശ്നം വയ്ക്കുമ്പോൾ അതിന്റെ 9 എന്ന് പറയുന്നത് അവരുടെ ആരാധനാ സ്ഥാനം. അപ്പോൾ ആരാധനാ സ്ഥാനത്ത് നീചം ഭവിച്ച് ബാധയായി സൂര്യൻ നിൽക്കുമ്പോൾ ശിവഭൂതങ്ങളുടെ കോപമുണ്ട്. ചന്ദ്രന് ദുർഗാകൃതം രോഗം ധർമ്മദൈവകൃതം ഗതം. ധർമ്മദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബദേവതകൾ, ദുർഗ പോലുള്ള, ദുർഗ എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ചന്ദ്രൻ ക്ഷീണചന്ദ്രനായിരുന്നാൽ ദുർഗയല്ല, ഭദ്രയാണ്. ദുർഗാകൃതം എന്ന് അവിടെ പറയും, പക്ഷെ ക്ഷീണചന്ദ്രനായിരുന്നു കഴിഞ്ഞാൽ ചന്ദ്രന് ബലമുണ്ടെങ്കിലേ ദുർഗയെ പറയുള്ളൂ, ബലമില്ലെങ്കിൽ ഭദ്രയെ പറയുള്ളൂ. ഇനി ശുക്രന് യക്ഷികൃതം രോഗം ബ്രഹ്മരാക്ഷസ പീഡനം എന്നാണ്. ശുക്രന് യക്ഷികൃതം, യക്ഷിയൊക്കെ പറയാം. ശുക്രന് ബലമില്ലെങ്കിൽ യക്ഷിയെ പറയണം, ബലമുണ്ടെങ്കിൽ അന്നപൂർണേശ്വരി ലക്ഷ്മിയൊക്കെ പറയാം. ഇവിടെ ശുക്രന് ബലമില്ല. ശുക്രൻ ബാധകാധിപനായിട്ടാണ് അനിഷ്ടസ്ഥിതിയിൽ കിടക്കുന്നത്. 9ാം ഭാവപതിയായി അനിഷ്ടസ്ഥിതിയിൽ കിടക്കുന്നതുകൊണ്ടാണ് ശുക്രനെ പിടിച്ചത്. യക്ഷിയെ പറയാം, ശുക്രന് ബലമില്ലാത്തതുകൊണ്ട് യക്ഷിയെ പറയാം. ഇതിന്റെയൊക്കെ കോപങ്ങളുണ്ട് എന്നുള്ളത് ഒറ്റയടിക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒന്ന് എഴുതണം. കൃഷ്ണപക്ഷ ത്രയോദശി തിഥി, കൃഷ്ണപക്ഷ ത്രയോദശി തിഥി ശൈവ പ്രാധാന്യമുള്ള തിഥിയാണ്. ശൈവ പ്രാധാന്യമുള്ള തിഥിയാണ്. സൂര്യനും ചന്ദ്രനുമാണ് സമയത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങൾ. സൂര്യൻ
നീചവും ചന്ദ്രൻ ക്ഷീണനുമായി ബാധാസ്ഥാനത്ത്. സൂര്യൻ നീചവും ചന്ദ്രൻ ക്ഷീണനുമായി ബാധാസ്ഥാനത്ത്. ബാധകാധിപനും നീചം ഭവിച്ച അഷ്ടമത്തിൽ. ബാധകാധിപനും നീചം ഭവിച്ച അഷ്ടമത്തിൽ. ബാധകാധിപൻ നീചം ഭവിച്ച അഷ്ടമത്തിൽ. ഇനി സൈഡിൽ മാർജിനിൽ എഴുതിക്കൊള്ളണം. പ്രശ്നമാർഗം PM എന്നിട്ടാണ്. PM പ്രശ്നമാർഗത്തിന് ഷോർട്ട് ഫോം PM. 15-ൽ 106 മുതൽ 15-ൽ 106 മുതൽ റഫർ ചെയ്യുക എന്നിട്ടുണ്ട്. റഫർ. അതിന്റെ 2 വരി എഴുതിക്കൊള്ളണം. 2 വരി എഴുതിക്കൊള്ളണം. ബാധക സ്ഥാനകേ സൂര്യേ. ബാധക സ്ഥാനകേ സൂര്യേ ശൈവഭൂതാദിപീഡനം. ശൈവഭൂതാദിപീഡനം. അടുത്ത ലൈനിൽ ചന്ദ്രേ ദുർഗാകൃതം രോഗം. ദുർഗാകൃതം രോഗം ധർമ്മദൈവകൃതം. ദുർഗാകൃതം രോഗം ധർമ്മദൈവകൃതം. എക്സെട്ര 2-3 കുത്തിട്ടങ്ങോട്ട് അത് ബാക്കിയൊക്കെ നോക്കിക്കൊണ്ടാണ്. ബാധാസ്ഥാനത്ത് സൂര്യൻ നിന്നാൽ ശിവഭൂതങ്ങളുടെ കോപവും ശിവഭൂതങ്ങളുടെ കോപവും ചന്ദ്രൻ നിന്നാൽ ദുർഗ ഭദ്ര പോലുള്ള കുടുംബദേവതകളുടെ കോപവും ഉണ്ടെന്ന് അറിയാം, ഉണ്ടെന്ന് മനസ്സിലാക്കാം. ദുർഗ ഭദ്ര പോലുള്ള ദേവീ രൂപങ്ങളുടെ കോപമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതുപോലെ ശുക്രന് ബലമില്ലാതെ ബാധയായതുകൊണ്ട് യക്ഷിയെ ചിന്തിക്കാം. യക്ഷിയെ ചിന്തിക്കാം. ഈ ദേവരൂപങ്ങളൊക്കെ കുടുംബത്തിൽ ആരാധിച്ച് വന്നിരുന്നതാണ്. ഈ രൂപങ്ങളൊക്കെ കുടുംബത്തിൽ ആരാധിച്ച് വന്നിരുന്നതാണ്. സൂര്യനും ചന്ദ്രനും ശുക്രനും നീച അവസ്ഥയിലായതുകൊണ്ട്, ചന്ദ്രന് നീചമല്ല, ക്ഷീണൻ. ചന്ദ്രന് ബ്രാക്കറ്റിൽ ക്ഷീണൻ എന്നിട്ടുണ്ട്. നീചവും ക്ഷീണനും ആയതുകൊണ്ട്
ഇവരെയൊക്കെ ഉപേക്ഷിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇവരെയൊക്കെ ഉപേക്ഷിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ശരി, അടുത്തിനി എന്ത് നോക്കണം? ഈ പറഞ്ഞത് ഒന്നുകൂടി പറയണോ? വേണം സാർ. വേണോ? വേണ്ട 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 സാർ. സാറേ ഗ്രഹനില ഒന്നുകൂടെ പറഞ്ഞ, ഞാൻ ഔട്ടായി പോയിരുന്നു, റേഞ്ച് ഇല്ലാത്തതുകൊണ്ട്. സാറേ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഗ്രഹനില കിട്ടിയില്ല. ഒന്നിട്ടേക്കണേ സാറേ. പെട്ടെന്ന് എഴുതിക്കൊണ്ട് വരച്ചിട്ട് പെട്ടെന്ന് എഴുതിക്കൊള്ളണം. കുംഭലഗ്നം ആരൂഢവും കുംഭം. കുംഭലഗ്നവും ആരൂഢവും അവിടെ ശനി. കുംഭലഗ്നം ആരൂഢം അവിടെ ശനി. മീനത്തില് രാഹു, മേടത്തില് വ്യാഴം. ഇനി നേരെ കന്നി. കന്നിയില് ശുക്രനും കേതുവും. തുലാത്തില് രവി ചന്ദ്രൻ ചൊവ്വ. രവി ചന്ദ്രൻ ചൊവ്വ. വൃശ്ചികത്തില് ബുധൻ മാന്നി. വൃശ്ചികത്തില് ബുധൻ മാന്നി. ശരി, അടുത്തിനി എന്താ നോക്കണം? ഇനി എന്താണെങ്കിൽ ദോഷമുണ്ടോ നോക്കണം. ഈ ബാധകാധിപൻ ആരാണ്? ശുക്രൻ. ബുധൻ, ശുക്രൻ. ശുക്രൻ. ശുക്രൻ ഏതൊക്കെ ഭാവപത്യമുണ്ട്? ശുക്രൻ ഏതൊക്കെ ഭാവപത്യമുണ്ട്? 4, 9. 4, 9. 4-ന് ബാധാബന്ധം വന്നാൽ നമ്മൾ എന്തെന്ന് പറയും? കുടുംബ 4-ാം ഭാവാധിപന് ബാധാബന്ധം വന്നു, അല്ലെങ്കിൽ ബാധകാധിപൻ 4-ൽ നിൽക്കുന്നു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബാധകാധിപന് 4-മായിട്ടൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ബാധകാധിപൻ 4-ൽ നിൽക്കാം, 4-ാം ഭാവപതി ബാധാസ്ഥാനത്ത് നിൽക്കാം. പിന്നെ അല്ലെങ്കിൽ ബാധകാധിപനായിരുന്നാൽ കുടുംബദേവത അല്ലെങ്കിൽ പരദേവതയുടെ കോപം ഉണ്ടെന്ന് പറയാം. അതാരെന്ന് ചോദിച്ചാൽ 4-ാം ഭാവപതിയുടെ കൂടെ ചോദിക്കണം. 4-ാം ഭാവപതി ശുക്രൻ. ശുക്രൻ നീചം ഭവിച്ച് ബലമില്ലാതെ നിൽക്കുന്നുണ്ട്, യക്ഷിയെ പറഞ്ഞു. ഇതാണ് ആദ്യം പറഞ്ഞ എന്റെ എക്സ്പ്ലനേഷൻ. അവിടെ പരദേവത എന്ന് പറയാനുള്ള റീസൺ ഇതാണ്. ഈ പറയുന്ന ദേവന്മാരൊക്കെ പരദേവതകളാണ്, അവരുടെ കുടുംബ ദേവതകളാണെന്ന് പറയേണ്ട റീസൺ അതാണ്. അതായത് അതാ കാണാത്തവരൊന്നും നോക്കി എഴുതിക്കൊള്ളണം. എഴുതാത്തവരെ നോക്കി പെട്ടെന്നൊന്ന് എഴുതിക്കൊണ്ടാൽ മതി, അതൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ബാധകാധിപന് 4-മായി ബന്ധം വന്നാൽ പരദേവത അല്ലെങ്കിൽ കുടുംബദേവത കോപം എന്ന് പറയാം. ബാധകാധിപൻ 4-ൽ നിൽക്കുക, 4-ാം ഭാവാധിപൻ ബാധാസ്ഥാനത്ത് നിൽക്കുക, അല്ലെങ്കിൽ 4-ാം ഭാവപതി ബാധയാവുക, ഇങ്ങനെയൊക്കെ വന്നാൽ പരദേവത കോപം. ആ പരദേവത ആരെന്ന് ചോദിച്ചാൽ 4-ാം ഭാവപതിയുടെ കൂടെ ചോദിക്കണം. 4-ാം ഭാവതി ശുക്രൻ. ശുക്രന് ബലമില്ലാത്തതുകൊണ്ട് യക്ഷിയെ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള റീസൺ. സംശയം ചോദിച്ചോട്ടെ സാറേ? എഴുതിക്കൊള്ളണം. സാർ സംശയം ചോദിച്ചോട്ടെ? അതെ സാറേ, ബാധയിൽ രവിയും ചന്ദ്രൻ എന്നാലും ധർമ്മദൈവവും പറയത്തില്ല. ബാധാ സംസ്ഥയെ ശശിന് രവിജോ ധർമ്മദൈവസ്യ ബാധ എന്നൊരു പ്രമാണമുണ്ട്. രവി എന്നാലും പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. സൂര്യനും ചന്ദ്രനും എന്നാലും അങ്ങനെ പറഞ്ഞുകൂടാ എന്നൊന്നുമില്ല. സൂര്യനും ചന്ദ്രനും ഒരു ആധിപത്യമേ ഉള്ളൂ, അങ്ങനെ ചിലർ ഉണ്ടാവാം. സൂര്യനും ചന്ദ്രനും ബാധാസ്ഥാനത്ത് നിന്നാലും പറയാം. ഇപ്പൊ ഇവിടെ സൂര്യൻ ബാധാസ്ഥാനത്തിലേ നിൽക്കുന്നത്, ചന്ദ്രനും ബാധാസ്ഥാനത്തിലേ നിൽക്കുന്നത്. പരദേവത ചന്ദ്രൻ ബാധാസ്ഥാനത്ത് നിന്നാൽ ധർമ്മദൈവകൃത, അത് 4-ാം ഭാവപതി ആകണമെന്നുള്ള നിർബന്ധമില്ല. അത് ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. ബാധകസ്ഥാനകെ സൂര്യേ ശൈവഭൂതാദിപീഡനം, ബാധകസ്ഥാനകെ ചന്ദ്രേ ദുർഗാകൃതം രോഗം ധർമ്മദൈവകൃതം. ചന്ദ്രന് പരദേവതയുടെ ഒരു കാരകത്വമുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്നത്. ചന്ദ്രൻ 4-ാം ഭാവപതി ആകണമെന്നുള്ള നിർബന്ധമില്ല. ചന്ദ്രനാണ് ബാധാബന്ധം വന്നു കഴിഞ്ഞാൽ അത് പരദേവതാ കോപം എന്ന് ധൈര്യമായിട്ട് പറയാവുന്നതാണ്. സൂര്യൻ അങ്ങനെ പറയുന്നില്ല, ശ്ലോകത്തിലൊട്ടും പറയുന്നില്ല. ഏതെങ്കിലും ബുക്കുകളിൽ പറയുന്നുണ്ടോ എന്ന് അറിയില്ല.
ഇനി ഏതെങ്കിലും ബുക്കുകളിലൊക്കെ പറഞ്ഞാൽ അത് കൺസിഡർ ചെയ്യാനും പറ്റൂല. പ്രശ്നമാർഗം പോലുള്ള സ്റ്റാൻഡേർഡ് ബുക്കുകളിലേ പറയാവൂ. ആരെങ്കിലുമൊക്കെ എഴുതിയ ബുക്കുകൾ എടുക്കേണ്ടത്. നല്ല ബുക്കുകളുണ്ട്, പ്രശ്നമാർഗം, പ്രശ്നകൗതുകം, ഇങ്ങനെയൊക്കെയുള്ള ബുക്കുകളായ ദേവപ്രശ്നത്തിന്റെ ബുക്കുകൾ, ഊണക്കൂറിന്റെ ബുക്കുകളൊക്കെ പറഞ്ഞാൽ എടുക്കാം. അപ്പോൾ എഴുതണം. ബാധകാധിപൻ 4-ൽ നിൽക്കുക, നാലാം ഭാവവതി ബാധാസ്ഥാനത്ത് നിൽക്കുക, നാലാം ഭാവം ബാധയാവുക, ഇവയൊക്കെ ധർമ്മദേവതാ കോപലക്ഷണമാണ്. ഇതൊക്കെ ധർമ്മദേവതാ കോപ ലക്ഷണമാണ്. ഇവിടെ ബാധകാധിപനും നാലാം ഭാവാധിപനും ഒരേ ഗ്രഹം. ഇവിടെ ബാധകാധിപനും നാലാം ഭാവാധിപനും ഒരേ ഗ്രഹം. അതുകൊണ്ടാണ് ധർമ്മദേവതയെ പറഞ്ഞത്. ഇനി വേറെ എന്താണ് ദോഷം നോക്കണം ഗ്രഹനിലയിൽ. അടുത്തത് പറയണം. 10-ലെ ഗുളികൻ ദോഷമാണല്ലേ? 10-ല് കേന്ദ്രത്തില് ഗുളികന് മോശ സ്ഥലം, കേന്ദ്രം, പിന്നെ വേറെ ഏതൊക്കെ? കേന്ദ്രം, ത്രികോണം, 8 ബാധാസ്ഥാനമൊക്കെയാണ് മോശസ്ഥലം. പ്രത്യേകിച്ച് കേന്ദ്രവും ബാധാസ്ഥാനവും വളരെ സൂക്ഷിക്കണം. ശുക്രൻ മാന്യ കേന്ദ്രത്തിൽ നിൽക്കുകയാണ്. ആ മാന്യക്ക് സ്ഥലം കൊടുത്ത ആളിനെ നമ്മൾ ഗുളിക ഭവനാധിപൻ എന്ന് പറയും. ഗുളിക ഭവനാധിപൻ പോയി ബാധാസ്ഥാനത്ത് നിൽപ്പുണ്ട്. ആ ചൊവ്വയെ നമ്മൾ വിളിച്ചില്ല, ചൊവ്വയെ നമ്മൾ അവിടെ ഒഴിവാക്കി. നിങ്ങൾ ആ ശ്രദ്ധിച്ചിരിക്കും തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ സൂര്യൻ ബാധാസ്ഥാനത്ത് നിൽക്കുന്നു പറഞ്ഞു, ചന്ദ്രൻ ബാധാസ്ഥാനത്ത് നിൽക്കുന്നു പറഞ്ഞു, ശുക്രൻ ബാധകാധിപതി പറഞ്ഞു, ചൊവ്വയെ പറഞ്ഞില്ലല്ലോ. ചൊവ്വയെ ഒഴിവാക്കിയതല്ല. ചൊവ്വ മാന്യരാശീശൻ അല്ലെങ്കിൽ ഗുളിക ഭവനാധിപനായി കർമാധിപനായി ബാധാസ്ഥാനത്ത് കിടക്കുകയാണ്. ഗുളിക ഭവനാധിപനായതുകൊണ്ട് ചൊവ്വ ഏതോ ഒരു പ്രേതത്തിനെ സൂചിപ്പിക്കുന്ന ലക്ഷണമാണ്. അത് അറുകൊല പോലുള്ള അറുകൊല എന്ന് പറയും. അറുകൊല എന്ന് പറഞ്ഞാൽ അറിയാമോ? സ്ത്രീകളെയൊക്കെ ഉപദ്രവിച്ച് കൊന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് ബാധകസ്ഥാനകെ സൂര്യ ശൈവഭൂതാദിപീഡനം ആയി. ചന്ദ്രേ ദുർഗാകൃതം രോഗം ധർമ്മദേവകൃതം പറഞ്ഞു. പൗമേ സ്കന്ധകൃതം വ്യാധിം ഭൈരവാദിപീഡനം. സുബ്രഹ്മണ്യനും ഭൈരവനെയൊക്കെ പറയാം. അതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് ചോദിച്ചത്. ആ ചൊവ്വ മാന്യരാശീശനാണ്. അപ്പോൾ പ്രേതബന്ധമുണ്ട്. കർമാധിപനാണ്. മാന്യ നിൽക്കുന്നത് സ്ത്രീ രാശിയിലാണ്. അപ്പോഴും ഒരു കർമ്മബന്ധത്തില് ഒരു സ്ത്രീ മരിച്ചിട്ടുള്ളതിന്റെ ലക്ഷണമാണ് ആ ചൊവ്വ കാണിക്കുന്നത് എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. കർമ്മബന്ധത്തിൽ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട്. കർമ്മബന്ധം എന്ന് വെച്ചാൽ ആരെങ്കിലും അടിച്ചു കൊല്ലുകയോ ഉപദ്രവിച്ച് കൊല്ലുകയൊക്കെ ചെയ്ത ഒരു സ്ത്രീയുടെ പ്രേതമാണ് ആ കാണുന്ന ചൊവ്വ. എങ്ങനെ?
ആയുധം കൊണ്ടോ? ആയുധം കൊണ്ടൊക്കെ ആയിരിക്കും. അഗ്നിക്ക് ചൊവ്വയ്ക്ക് ആയുധത്തിന്റെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ വ്രണം വന്ന് അഗ്നിക്ക് മരിച്ചതാകാം. ഇവിടെ കർമ്മബന്ധം ഉള്ളത് കൊണ്ട് വ്രണം വന്ന് മരിച്ചതാകാനുള്ള വഴിയില്ല. കർമ്മബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഉപദ്രവിച്ചോ കൊന്നതോ, അല്ലെങ്കിൽ കർമ്മബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആക്സിഡന്റ് ആയൊക്കെ മരിക്കാം, ഉണ്ട്. പക്ഷെ കർമ്മബന്ധം വരണം. കർമ്മബന്ധം വരുമ്പോൾ ഉപദ്രവിച്ച് കൊല്ലാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതാണ് നമ്മൾ അറുകൊല എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒന്ന് അവരിൽ ഉണ്ട്. അതിന് എന്തൊക്കെ അവിടെ സ്ഥാനം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്ന് വരാം. ഇനി വേറെ ഒരു ചാൻസ് കൂടി ഉണ്ട് ഈ ചൊവ്വയെ സംബന്ധിച്ച്. പറയാമോ ആർക്കെങ്കിലും? ഇവിടെ ഈ മൂന്നാം അതാണ് ഭാവത്തിൽ 3 സഹോദരസ്ഥാനം. സഹോദരസ്ഥാനമുണ്ട്. സഹോദര സ്ഥാനങ്ങളുണ്ട്. 3-ാം ഭാവപതിയാണ്. സഹോദര സ്ഥാനത്ത് ആരെങ്കിലും മരിച്ചിരിക്കുക. കറക്റ്റ് ആണ്, പറഞ്ഞത് കറക്റ്റ് ആണ്. ചൊവ്വ സഹോദര കാരകൻ മാത്രമല്ല, സഹോദര സ്ഥാനം 3-ാം ഭാവപതിയും ചൊവ്വയാണ്. അതിന് 3-ല് ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ സഹോദര സ്ഥാനത്ത് ആരെങ്കിലും മരിച്ചതിനൊക്കെ ബാധയായിട്ട് നിൽക്കുന്നു, അങ്ങനെ മരിച്ചതാകാം. പക്ഷെ മാന്നി നിൽക്കുന്നത് കർമ്മസ്ഥാനത്തായത് കൊണ്ടാണ് കർമ്മബന്ധം എന്ന് പറഞ്ഞത്. കർമ്മബന്ധത്തിൽ മരിച്ച സഹോദരമാകാം. രണ്ടും കൂടി ഒരുമിച്ചെടുക്കുമ്പോൾ കർമ്മബന്ധത്തിൽ മരിച്ച സഹോദരമായിക്കൊള്ളാം. വൃശ്ചിക രാശി സ്ത്രീരാശിയാണ്. യുഗ്മരാശിയാണ്. യുഗ്മരാശി സ്ത്രീ. അതുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയാൻ കാര്യം. മാന്നി നിൽക്കുന്നത് യുഗ്മരാശിയിലായതുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയാൻ കാര്യം. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചതെല്ലാം ഇവിടെ ഉപയോഗിക്കുകയാണ്. പഠിച്ച പോയിന്റുകളെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതിനെടുത്ത് വെച്ച് പ്രേതത്തിന്റെ ഒക്കെ ലക്ഷണത്തിനെ എടുത്ത് വെച്ച് വായിച്ചു നോക്കിയാൽ മതി, ക്ലിയർ ആകും. ആ നോട്ടിനെ അങ്ങനെ വായിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ക്ലിയർ ആകും. പിന്നെ വേറെ ഒരു ചാൻസ് കൂടിയുണ്ട് ഈ ചൊവ്വയ്ക്ക്. ഇങ്ങനെ എല്ലാ ചാൻസുകളെയും നമ്മൾ നോക്കണം. ഒന്ന്, വ്രണം വന്ന് മരിച്ചതാകാം, ആയുധം കൊണ്ട് മരിച്ചതാകാം. പക്ഷെ കർമ്മബന്ധം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഉപദ്രവിച്ച് കൊന്നിരിക്കാനാണ് ചാൻസ്. അങ്ങനെ എന്തോ മരിച്ചതുകൊണ്ട് ഒന്നിന് എന്തോക്കെ അവരെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അവിടെയൊക്കെ വച്ച് പൂജിക്കുന്നുണ്ട്. ഇനി ചൊവ്വയുടെ വയസ്സ് എത്രയാണ്? നിസർഗ വയസ്സ് എത്രയാണ്? 3 വയസ്സ്. 1 വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്ക് വരുന്ന 2 വർഷം. ശരിയല്ലേ? അതെ. ശരി തന്നെ. അതെ സർ. 1 വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്ക് വരുന്ന 2 വർഷം. അപ്പോൾ കന്നിശാവായി കൂടിയ കന്നിശാവ്. കൊച്ചു പെൺകുട്ടികൾ മരിച്ചതിനെ വെച്ച് ആരാധിക്കുന്നതായി കൂടെ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ പഴയ പണ്ട് കാലത്തൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നൊന്നും പറയപ്പെട്ട ഇഷ്ടം പോലെ ഉണ്ട്. ഈ കുട്ടി അവർക്ക് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ചിലപ്പോ കൊച്ചു കുട്ടിയായിട്ടൊക്കെ കഴിക്കുമ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്കും അച്ഛനും മറക്കാൻ കഴിയില്ല. അവര് തീരാ ദുഃഖമായിരിക്കും. ആ ദുഃഖത്തിന്റെ സൂചനയായിട്ട് അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കുപ്പിവള, കരിവളയൊക്കെ വാങ്ങിച്ചു വെക്കുക. ഓണത്തിനും മറ്റ് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ആഹാരമൊക്കെ വിളമ്പി വച്ചിട്ട് പുരയിൽ വയ്ക്കുക എന്നൊക്കെ പറയും. അവരെ ഓർമ്മയ്ക്ക് വച്ചിട്ടേ നമ്മൾ കഴിക്കുകയുള്ളൂ, അങ്ങനെയൊക്കെ ഇരിക്കുന്ന. അതൊക്കെ ശരിയല്ല. അവരുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടൂല, അത് വേറെ വിഷയം. അങ്ങനെ ഉള്ളതും ആയിക്കൊള്ളാം. ഇത് ഞാൻ പറയുന്നത് വിവിധ വശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെ ചിന്തിക്കാം ഒരു പ്രശ്നം എടുക്കുമ്പോൾ ആ മാന്യെ കുറിച്ച് എന്തൊക്കെ ചിന്തിക്കാം. ഇവിടെ അറുകൊലയാണ്, ഈ സ്ഥലത്ത് അറുകൊലയാണ്. അവർക്ക് കന്നിശാവിനെ കുറിച്ചൊന്നും ഒരു പിടിയുമില്ല. അപ്പോൾ കന്നിശാവായിക്കൊള്ളാം. കാരണം കന്നിശാവ് എന്ന് പറയാൻ കാര്യം ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്നുണ്ട്. ബുധനാണ് കൂടെ നിൽക്കുന്നത്. ബുധൻ നിൽക്കുന്നത് ബുധനാണെങ്കിൽ 3 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും വരാം. 3 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു കുട്ടിയായാലും മതി. കാരണം ബുധന്റെ നിസർഗ വയസ്സ് 9 വർഷം, 3-നും 12-നും ഇടയ്ക്ക്. അങ്ങനെയും വരാം. മാന്യ നിൽക്കുന്ന ബുധന്റെ കൂടെ അങ്ങനെ വന്നുകൂടാന്ന് പറയാൻ പറ്റുമോ? അടുത്ത എഴുതിക്കൊള്ളണം. കേന്ദ്രത്തിൽ നിൽക്കുന്ന മാന്നി പ്രേത സൂചനയാണ്. കേന്ദ്രത്തിൽ നിൽക്കുന്ന മാന്നി പ്രേത സൂചനയാണ്. അത് കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത്. കർമ്മസ്ഥാനത്ത് ചൊവ്വയുടെ രാശി.
കർമ്മസ്ഥാനത്ത് ചൊവ്വയുടെ രാശി. കർമ്മബന്ധത്തിൽ ഉപദ്രവിച്ചു കൊല്ലപ്പെട്ട സ്ത്രീയുടെ പ്രേതമായിരിക്കാൻ ഇടയുണ്ട്. കർമ്മബന്ധത്തിൽ ഉപദ്രവിച്ചു കൊല്ലപ്പെട്ട സ്ത്രീയുടെ പ്രേതമായിരിക്കാൻ ഇടയുണ്ട്. ഈ ചൊവ്വയാണ് ബാധാസ്ഥാനത്ത് ബാധയായി നിൽക്കുന്നത്. ഈ ചൊവ്വയാണ് ബാധാസ്ഥാനത്ത് നിൽക്കുന്നത്. എഴുതിയാൽ ഈ പ്രേതാത്മാവിനെ ആരാധിച്ചു പോകുന്നു എന്ന് പറയേണ്ട കാരണം എന്താണ്? ആരെങ്കിലും പറഞ്ഞു നോക്കണം. ഈ അറുകൊല അല്ലെങ്കിൽ ഈ പ്രേതാത്മാവ് ഇപ്പം പറഞ്ഞ അത് നിൽക്കുന്ന ആരാധനാ സ്ഥാനത്തായോണ്ടാണ് പറഞ്ഞത്. എന്നത് ആരാധനാ സ്ഥാനം, ഉപാസനാ സ്ഥാനം, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പറയുന്ന ലോജിക്കായിട്ടാണ് പറയുന്നത്. ഒരു കള്ളത്തരമോ ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് കാരണ സഹിതം ലോജിക്കായിട്ടും സയന്റിഫിക് ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ഇതിനെ ശാസ്ത്രം എന്ന് പറയാൻ കാര്യം. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള റൂളിനെ അങ്ങനെ അപ്ലൈ ചെയ്യുന്നു. നിൽക്കുന്ന ആരാധനാ സ്ഥാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ആരാധിച്ചു പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. ഒരു തെറ്റും വരില്ല. ഗ്രഹനില നോക്കി പറയുന്നതിൽ തെറ്റൊന്നും വരില്ല. പിന്നെ നിമിത്തങ്ങളൊക്കെ നോക്കി വല്ലതൊക്കെ വിളിച്ചു പോയി പറഞ്ഞ തെറ്റുകൾ വന്നേക്കാം. ഇനി കൂടെ നിൽക്കുന്ന ബുധനാണ് മാന്യരെ കൂടെ നിൽക്കുന്നത്. അതൊന്നും നല്ലതല്ല. അഷ്ടമാധിപനാണ് മാന്യരെ കൂടെ നിൽക്കുന്നത്. അതും നല്ലതല്ല. അവിടെ ആ മാന്യര സ്ഥാനത്ത് ശനിയുടെ വേറൊരു കാര്യമുണ്ട്. ഇനിയും ഒരുപാട് കാര്യം കിടക്കുന്നു. ഈ മാന്യ ശനി വീക്ഷിക്കുന്നില്ലേ? നോക്കണം. ശനി നോക്കുന്നുണ്ട്. ലഗ്നാധിപൻ നോക്കുന്നു എന്ന് പറഞ്ഞാൽ കുറെ കൂടി കറക്റ്റ് അല്ലേ? ലഗ്നേശ സംബന്ധ തത്പാപ അനുഭവ സ്മൃത. ലഗ്നാധിപനോ ലഗ്നവുമായിട്ടോ ഒരു ഗ്രഹം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പാപം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് അനുഭവത്തിലുണ്ടെന്നർത്ഥം. അപ്പോൾ ഈ പറയുന്ന സാധനം അനുഭവത്തിലുണ്ട്. ലഗ്നാധിപന്റെ ദൃഷ്ടി കിടക്കുന്നത് കൊണ്ട് അനുഭവത്തിൽ ഉണ്ടെന്നർത്ഥം. കാരണം അതിനെ കാര്യത്തിൽ എടുക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ലഗ്നാധിപൻ അവിടെ വീക്ഷിക്കുന്നത് കൊണ്ട് എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് അനുഭവത്തിൽ എടുക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ലഗ്നാധിപന്റെ വീക്ഷണം ഉള്ളത് കൊണ്ട് അനുഭവത്തിൽ എടുക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ ബുധനും ശനിയും കൂടി ബന്ധപ്പെടുന്നതും നല്ലതല്ല. എന്താണ് കുഴപ്പം? ക്ലീബയോഗം. അതാണ് ക്ലീബയോഗം, ഒരു ക്വാളിറ്റി ഇല്ലായ്മ, ഒരു എന്താ പറയുക, ഒരു മോശമായ അവസ്ഥ, നമുക്കത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അത് ചൊവ്വയുടെ രാശിയിലാണ്. ചൊവ്വയുടെ രാശിയിൽ ബുധനും ശനിയും ഒക്കെ ബന്ധപ്പെടുമ്പോൾ ബുധനും ചൊവ്വയും കൂടി ഒരുമിച്ച് ബന്ധപ്പെടുന്നത് പാട്ട്, ആട്ടം, തുള്ളൽ ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കും ഒരു കാലഘട്ടത്തിൽ. ചൊവ്വ ബുധനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പാട്ടും ആട്ടവും തുള്ളലും ഈ അനുഗ്രഹമൊക്കെ ഒന്ന് തുള്ളിച്ചാടുന്നില്ലേ? ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നിരിക്കും. ഇവരതൊക്കെ ഉപേക്ഷിച്ചിട്ട് കുറെ കാലമായി. ഇപ്പോഴാണ് പ്രശ്നം വന്നത്. പ്രശ്നം വന്നപ്പോഴാണ് വന്നത്. സാർ ഒരു സംശയം ചോദിച്ചു. അതെ, പറയണം. ഈ ബുധൻ ചൊവ്വയുടെ രാശി നിൽക്കുന്നത് കാരണം ദൂതാന്ന പാനരസം കുംഭം രാശിക്ക് കലഹത്തിന്റെ പുസ്ത്രീക. അപ്പോൾ ഈ ബുധൻ പുസ്ത്രീക, നാസ്തിക ചോര പുസ്ത്രീക. അത് വച്ചിട്ട് ഞാൻ അത് പറയാൻ മടിച്ചിട്ടാണ് ഇനിയിപ്പോ ശ്ലോകം പറഞ്ഞാൽ ശരിയാവുമോ എന്ന് തലമുടത്തോണ്ട് പറഞ്ഞത്. അതിനെ മനസ്സിനകത്ത് വെച്ചുകൊണ്ട് തന്നെ ഇതെല്ലാം പറഞ്ഞത്. ദ്യൂത എന്ന് പറഞ്ഞാൽ ചൂതുകളി എന്നാണ് അർത്ഥം. ചൂതുകളി എന്ന് വെച്ചാൽ പണം വെച്ചുള്ള കളി. ദ്യൂത പാനരഥ എന്ന് വെച്ചാൽ
വെള്ളം അടിക്കുക, ഒരുമാതിരി ലഹരിയൊക്കെ കഴിക്കുക, കള്ളക്കളി, ചൂതുകളി, പണം വെച്ചുള്ള കളികളൊക്കെ നടത്തുക, പണം വെച്ച് കളി നടത്തുക, അതിനെ നാസ്തിക ചോര, കള്ളത്തരം കാണിക്കുക, നാസ്തികത്വം എന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസമില്ലായ്മ, കുസ്ത്രീക, മോശമായ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, അങ്ങനെ എന്തോ തട്ടിപ്പറക്കി കളഞ്ഞതാണ്. കുജൻ ശുക്രന്റെ രാശിയിലുമാണ്. അത് കുജൻ ശുക്രന്റെ രാശിയിലും കൂടെയാണ് ഇത്. ചൊവ്വ നിൽക്കുന്ന ശുക്രന്റെ രാശിയിലും. അപ്പൊ അവിടെ ഒരു അധാർമികത ഉണ്ട് അവിടെ. ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ നിൽക്കും, ശുക്രന്റെ രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ പിന്നെ ആരൂഢം കലഹരാശിയാണ്. ആരൂഢം കലഹരാശിയാണ്. അതെ അതെ. ഇനി എന്തെങ്കിലും വേണോ, ഇനി എന്തെങ്കിലും വേണോ, ഈ സ്ത്രീയെ ഇങ്ങനെ അടിച്ചു കൊന്നതാണെന്നുള്ള തെളിവിന് ഇനി എന്തെങ്കിലും വേണോ? അപ്പോൾ ഇത്രയും തെളിവുകൾ നമ്മളെ കൈ ഇരിക്കുമ്പോൾ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതാണ് ഇതിന്റെ രസം എന്ന് പറയുന്നത്. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് രാശിശീലം പഠിപ്പിച്ചപ്പോൾ ഇതെല്ലാം തന്നിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രമേ തന്നിട്ടുള്ളൂ, ആവശ്യമില്ലാത്ത ഒരക്ഷരം തന്നിട്ടില്ല. അതിനെടുത്തിട്ട് വായിച്ചാൽ മതി. ചൊവ്വയും ശുക്രനെയും പഠിപ്പിച്ച സമയത്തുള്ളതിനെ എടുത്തിട്ട് വായിച്ചു നോക്കി. അതിനകത്ത് ഇതെല്ലാം പറയുന്നുണ്ട്. ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നും കളയാൻ അതിനകത്തൊന്നുമില്ല. അത് വേണമെങ്കിൽ എഴുതിക്കൊള്ളണം, ഇപ്പം പറഞ്ഞ കൂടി വേണമെങ്കിൽ എഴുതിക്കൊള്ളണം. നമ്മളൊന്നും വിട്ടിട്ട് പോണ്ട. ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്ന ബുധൻ, അത് പോരയില് ബുധനെ കുറിച്ച് പറയുന്നിടത്താണ് വരുന്നത്. 16ാമത്തെ ചാപ്റ്ററിൽ ബുധനെ കുറിച്ച് പറയുന്നിടത്ത് വരും. ഞാൻ ശ്ലോകത്തിന്റെ നമ്പർ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു 25ാമത്തെ ശ്ലോകത്തിന് ശേഷം വരും. 16-ൽ 25-ന് ശേഷം വരും. 25-ന് അടുപ്പിച്ചൊക്കെ വരും. 25 വേണ്ട, 21. ദ്യൂതാന്ന പാനരത നാസ്തിക ചോര നിസ്വ കുസ്ത്രീക കൂടകൃത് അസത്യരത കുജക്ഷേ. വെറും മോശമായ ഫലം, ഒന്നും കൈ തൊടാൻ കൊള്ളില്ല. ദ്യൂത അന്ന പാനരത നാസ്തിക ചോര നിസ്വ സ്വ എന്ന് പറഞ്ഞാൽ ധനമൊക്കെ അടിച്ച് കളയും. കുസ്ത്രീക കൂടകൃത് അസത്യരത, സത്യസന്ധത ഇല്ലാത്തത്. കുജക്ഷേ, കുജന്റെ ക്ഷേത്രത്തിൽ നിന്ന് 21-ല് 2 ഫസ്റ്റ് 2 ലൈൻസ്. 16-ല് 21 ഓര, 16-ല് 21-ല് ആദ്യത്തെ 2 ലൈൻ. ഒന്ന് റെഫർ ചെയ്തുകൊണ്ടാൽ മതി. കാരണം ഇത് പറഞ്ഞു എന്ന് എഴുതാൻ വലിയ പാടാണ്, നിങ്ങളെ തെറ്റിക്കും. ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്ന ബുധൻ, ചൂതുകളി, മോശമായ പാനീയങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുക, എന്നിവ കഴിക്കുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കഴിക്കുക. ശുഭാപ്തി വിശ്വാസം ഇല്ലാതെ വരിക, സമ്പത്ത് നശിക്കുക, മോശമായ സ്ത്രീകളുമായുള്ള ഇടപാട് വരിക, തുടങ്ങിയ ഫലങ്ങൾ ഉണ്ടാകും.
സാറേ ഇതേ ഫലം ശനി സ്വന്തം രാശി നിൽക്കുമ്പോഴും ഉണ്ടാകത്തില്ല. കാരണം അന്യസ്ത്രീ ധന സംഭവം എന്ന് പറയുന്നൊരു പ്രമാണം വെച്ചിട്ട് ശനി എവിടെ നിൽക്കുമ്പോഴും ശനി സ്വന്തം രാശി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്യസ്ത്രീ ധന സമ്പ്രദ പുരപരഗ്രാമ എന്നൊരു ഒരു ശ്ലോകം ശനി കേട്ടിട്ടുണ്ട്. സ്വന്തം രാശി നിൽക്കുമ്പോൾ നല്ല ഫലം കുറച്ച് മോശമാണ്. ഈ വൃത്തിയില്ലായ്മ, വൃത്തിഹീനത ഇതെല്ലാം പറയുകയാണ്. അതങ്ങനെ ചില സ്ഥലങ്ങളിൽ വരികയാണ്. ശനിയും ശുക്രനും ബന്ധുക്കളാണെങ്കിലും ശനിയുടെ രാശിയിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലം പറയുന്നില്ല. ശനിയുടെ രാശിയിൽ ബുധൻ നിന്നാലും നല്ല ഫലം പറയുന്നില്ല. ഇതൊക്കെ പറഞ്ഞാൽ ഹോരയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അതായത് ശനിയും ബുധനും ബന്ധുക്കളാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശനിയുടെ രാശിയിൽ ബുധൻ നിൽക്കുക, ബുധന്റെ രാശിയിൽ ശനി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ല ഫലമല്ലേ വരണം. സ്വാഭാവികമായിട്ടും ഞാനും വേറെ ഒരാളും കൂടി ബന്ധുക്കളാണെങ്കിൽ അയാളെ വീട്ടിൽ ഞാൻ പോവുകയോ എൻ്റെ വീട്ടിൽ അയാൾ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ദോഷമില്ലല്ലോ, നല്ല ഫലമല്ലേ വരണം. ഇത് ബുധന്റെ രാശിയിൽ ശനി നിന്നാലും നല്ല ഫലമില്ല, ശനിയുടെ രാശിയിൽ ബുധൻ നിന്നാലും നല്ല ഫലമില്ല, ശുക്രന്റെ രാശിയിൽ ശനി നിന്നാൽ ഫലമില്ല, ശനിയുടെ രാശിയിൽ ശുക്രൻ നിന്നാൽ നല്ല ഫലം പറയുന്നില്ല. പിന്നെ ഇവരെ ബന്ധുക്കളെന്ന് പറഞ്ഞൊരു കാര്യം എന്തോന്നു? അവിടെയൊക്കെയാണ് ചോദ്യം വരുന്നത്. പോട്ടെ. ശുക്രന്റെ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയും പരയുവതിരഥ പരധാരരഥ എന്ന ഫലമാണ് നൽകുന്നത്. പരയുവതി ബന്ധവും പരയുവതി ബന്ധത്തെ സൂചിപ്പിക്കുന്ന വഴിയാണ്. ശുക്രൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ പര സ്ത്രീ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഈ രൂപത്തിൽപ്പെട്ട സ്ത്രീയായിരിക്കാം മരണപ്പെട്ടത് എന്നെഴുതി ക്ലോസ് ചെയ്തോളൂ. ഈ രൂപത്തിലുള്ള സ്ത്രീയായിരിക്കും മരണപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം എടുത്തിട്ടൊന്ന് വായിക്കണം. ഞാൻ തന്ന നോട്ടിലുണ്ട്, വേറെ ഒരിടവും പോയി വായിക്കണ്ട. ഇത് കണക്കാക്കിയാണ് നോട്ട്. ആ നോട്ടിന്റെ അർത്ഥം നമ്മൾ ഈ ബാച്ചിൽ മനസ്സിലാക്കി തരും. തന്നിട്ട് ഈ ബാച്ച് തീരുമ്പോൾ നിങ്ങൾ അറിയപ്പെട്ട ജ്യോത്സ്യന്മാരായി മാറണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അവിടെയും വെച്ചിട്ട് പ്രാക്ടീസ് തുടങ്ങണം. 1-2 പേര് നന്നായി അറിയാവുന്ന ആൾക്കാരുണ്ട്, സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവരൊക്കെ തീർച്ചയായിട്ടും ഇത് കഴിയുമ്പോൾ അവരൊക്കെ ഇപ്പോഴും തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇവരുടെ ഭൂപ്രദേശം, ഈ വീട്, ഇവരുടെ ഇത് ഇരിക്കുന്ന സ്ഥലം, ഈ ക്ഷേത്രവും അല്ലെങ്കിൽ വീടും ഒക്കെ ഇരിക്കുന്ന സ്ഥലം എങ്ങനത്തെ സ്ഥലമായിരിക്കും? അതും കൂടി പഠിച്ചിട്ട് നിർത്താം, സമയമായി. ഈ പറയുന്ന ഈ കുടുംബക്ഷേത്രം ഇരിക്കുന്നതും ഇവരുടെ വീട് ഒരു കുടുംബ പ്രശ്നമാണല്ലോ. വീടിരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആ ഭൂമിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇടവൻ രാശിക്ക് പറഞ്ഞ സ്ഥലമായിരിക്കും. നിങ്ങൾ ആരെങ്കിലും വായിന് വരണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സമയം തരുന്നത്. നിങ്ങൾ ആരെയും വായിന് വരുന്നതാണ് നമുക്കിഷ്ടം. സ്ഥിരം ക്ഷേത്രം ശുഭം മതം എന്നാണ്. 4-ാം ഭാവം സ്ഥിരരാശിയായിട്ട് വരുന്നത് നല്ലതെന്നാണ്. ഭൂമി നല്ല ഭൂമി എന്നർത്ഥം. ഇടവൻ രാശി അത്യുത്തമം. അതാണ് ഇടവൻ രാശിയിലൊക്കെ വീട് പാല് കാച്ചാനും വീട് തുടങ്ങാനൊക്കെ ഇടവൻ രാശിയിൽ കുറിച്ച് കൊടുക്കുന്നത്, മുഹൂർത്തം കുറിച്ച് കൊടുക്കാൻ കാര്യം. രാശി മാത്രം നോക്കിയാൽ ഇവിടെ, വേറെ ഒന്നും നോക്കണ്ട. സ്ഥിരം ക്ഷേത്രം 4-ാം ഭാവം സ്ഥിരരാശി ആയതുകൊണ്ട് വീടിരിക്കുന്ന സ്ഥലവും വീടിന്റെ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലവും എല്ലാം ഉത്തമം. ഇടവൻ രാശി അത്യുത്തമമാണ്. ഇനി സ്ഥിരരാശിയാണെങ്കിലും കുംഭൻ രാശിയെ നല്ലതായിട്ട് എടുക്കാറില്ല. സ്ഥിരരാശി അത് ഒഴിഞ്ഞ കുടം എന്നുള്ള സിമ്പലായിരിക്കാം. കുംഭൻ രാശി നല്ല രാശിയായിട്ട് എടുക്കാറില്ല. വീടും കുടുംബക്ഷേത്രവും ഇരിക്കുന്ന ഭൂപ്രദേശം നല്ല പ്രദേശമാണ്. എഴുതണം.
കാരണം സ്ഥിരം 4-ാം ഭാവം സ്ഥിരരാശിയും ഇടവൻ രാശിയുമാണ്. അത്യുത്തമം. 4-ാം ഭാവം സ്ഥിരരാശിയും ഇടവൻ രാശിയുമാണ്. അത്യുത്തമം. ഇനി അടുത്ത വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനകത്ത്? പ്രധാനപ്പെട്ട വിഷയം എത്ര? ഇതിനാണ് പരിഹാരം കൊടുക്കേണ്ടതിന്. ഇനി പരിഹാരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പരിഹാരം വേണ്ടേ? പരിഹാരം പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ പിടിക്കും. 11 മണിയായാലും തീരുമില്ല. അടുത്ത ക്ലാസ്സിൽ പോരെ? സർ. പരിഹാരം പറയാൻ കാര്യം, ഇവർക്ക് ഈ ക്ഷേത്രത്തിനെ വച്ച് പരിപാലിച്ചു പോകേണ്ട ആവശ്യമില്ല. അതിനവർക്ക് പറ്റൂല. അപ്പോഴതിന് പൂജയൊക്കെ ചെയ്ത് വേറെ പരിപാടികളുണ്ട്. ഇതിനൊക്കെ അവിടെ നിന്ന് മാറ്റണം. അതിൻ്റെ രൂപങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതൊക്കെയാണ് അറിയേണ്ടത്. അതാണ് പറഞ്ഞ കുടുംബ പ്രശ്നം വയ്ക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കീറാമുട്ടികൾ വന്ന് മുമ്പേ നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നമ്മൾ വിഷമിക്കരുത്. അതൊക്കെ പറഞ്ഞു തരണം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ശരി, ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. സാറാണ്. അതെ, സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം.